പത്തനംതിട്ട അടൂർ ചൂരക്കോട് സ്വദേശി കുമ്പക്കാട്ട് വീട്ടിൽ ജോർജ് തോമസ് കഴിഞ്ഞ 25 വർഷമായി മസ്കറ്റിലെ ഇന്റർസോൾ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരുന്നു. യാദൃച്ഛികമായി തന്റെ ബോംബെയിലെ പ്രവാസ ജീവിതത്തിനിടയിൽ തീവണ്ടി യാത്രക്കിടയിൽ ലഭിച്ച ഒരു പുരാതന നോട്ടിൽ നിന്ന് ആരംഭിച്ച തന്റെ ഇന്നത്തെ നോട്ട് ശേഖരണ വിനോദം ലോകത്തിലെ 83 രാജ്യങ്ങളിൽ നിന്നുമുള്ള 290ലധികം വിവിധ നോട്ടുകൾ തന്റെ ആൽബങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇത് ഇന്ത്യയുടെ 1940 ബ്രിട്ടീഷുകാരുടെ സമയത്തെ കറൻസിയാണ്. ഒരുവിധം പഴയ കറൻസി എന്ന് പറഞ്ഞാൽ ഇതിൽ പഴയ കളക്ട് ചെയ്യുന്ന പറയുന്നത് ഇതിൻ്റെയൊക്കെ പഴയത് കാണാം. എങ്കിൽ തന്നെ എനിക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള കറൻസി ഇതാണ്. ഇന്ത്യ ഗവൺമെൻറ് ആദ്യത്തെ ഇഷ്യൂ ചെയ്ത് 10 രൂപയുടെ 5 രൂപയുടെയും 10 രൂപയുടെയും കറൻസിയാണത്. ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്താണ്. ഇന്ത്യ ഗവൺമെൻറ് ഫസ്റ്റ് ഇഷ്യൂ. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ 4 രാജ്യത്തെ കറൻസി ഉണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഈ മാർച്ചിൽ ഇറക്കത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് പ്ലാസ്റ്റിക് കറൻസി. എന്ത് ചുരുട്ടിയാലും എന്ത് ചെയ്താലും ഒന്നും പറ്റത്തില്ല. ഇത് തന്നെ 4 രാജ്യത്തുണ്ട്. ഓസ്ട്രേലിയ, തായ്ലാൻഡ്, ശ്രീലങ്ക ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് 10 രൂപയുടെ ഈ മാർച്ചിൽ ഇറക്കുന്നുണ്ടെന്ന് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ഇത് നെതർലാൻഡിൻ്റെ ഒരു കറൻസിയാണ്. ലോകത്തിലുള്ള മൊത്തം കളറും ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഫേക്ക് കറൻസി കൊടുക്കാൻ ഒരുവിധപ്പെട്ട ആരെ കൊണ്ടും പറ്റത്തില്ല. ഒന്നാമതായിട്ട് ഇതിനകത്ത് വാട്ടർമാർക്കുണ്ട്. അതുപോലെ ഇതിനകത്ത് ഓരോ ഡോട്ടിലും അതിനകത്ത് ഗ്ലേസിംഗ് ഉണ്ട്. ഓരോ ഡോട്ടിലും ഇതിൻ്റെ സിൽവർ ഗ്ലേസിംഗ് ഉണ്ട്. അതുപോലെ എല്ലാ കളറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.